ഗായ്സ് നമ്മൾ പൊങ്കാലയ്ക്ക് പോയിട്ട് വരാം ഗായ്സ്. അങ്ങനെ ഒരു 5:30-6 മണിയായപ്പോൾ ഞങ്ങൾ പൊങ്കാലയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ സെൻറ്ററിൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയത്. എനിക്ക് ആകെപ്പാട് പേടിയായിരുന്നു പുകയെല്ലാം കൂടെ അടിച്ച് കണ്ണിരിയുമെന്ന്. പക്ഷെ ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് അധികം പുകയൊന്നും വന്നില്ല. ഒത്തിരി ആൻറ്റിമാർ വന്നിരുന്നു പൊങ്കാല ഇടാൻ. എന്നുള്ളതിനേക്കാൾ ഒരുപാട് ആൾക്കാർ ഈ പ്രാവശ്യം വന്നിരുന്നു. ഞാനാണ് ഈ പ്രാവശ്യം പൊങ്കാല ഇട്ടത്. നമ്മുടെ സ്വന്തം കുമരഞ്ചിറ ദേവിക്ക് വേണ്ടി എൻ്റെ ആദ്യ പൊങ്കാല. ഞാൻ തന്നെ അരിയും കഴുകി പായസത്തിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് ഇട്ടത്. പഴം മാത്രമാണ് അമ്മയെ കൊണ്ട് ഇടിപ്പിച്ചത്. ശിലപ്പേ നമ്മുടെ കൂടെ വന്നിരുന്നു പൊങ്കാല ഇടാനും വേണ്ടി. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ വിഷമങ്ങളും എല്ലാം പറഞ്ഞ് അമ്മയ്ക്കൊരു പൊങ്കാല സമർപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റെസിപ്റ്റ് കൊണ്ടുവന്ന് തരികയും ചെയ്തു. എൻ്റെ ആഗ്രഹത്തിൻ്റെ വലിപ്പം കൊണ്ടാകാൻ ഞങ്ങളുടെ പൊങ്കാല തിളച്ചു വരാൻ കുറച്ച് പാടുപെട്ടു. എന്നിരുന്നാൽ തന്നെയും തിളച്ചതിന് ശേഷം ഒരു 4-5 വട്ടം വീണ്ടും അത് തിളയ്ക്കുകയായിരുന്നു. അങ്ങനെ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ സൂര്യന് നേരെ തന്നെ നിന്നത്. സൂര്യൻ ഉദിച്ചു വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊങ്കാലയ്ക്ക് ആവശ്യമായ തേങ്ങയും ശർക്കരയും മുന്തിരിയും അണ്ടിപ്പരിപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഞാനിട്ടു. പിന്നെ അമ്മ പഴം അരിഞ്ഞിട്ടു. സത്യം പറഞ്ഞാൽ പൊങ്കാലയ്ക്കിടയിൽ കണ്ണിരിക്കുന്നത് സർവ്വസാധാരണമാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ പൊങ്കാലയ്ക്ക് എൻ്റെ കണ്ണിരിച്ചതേ ഇല്ല. എന്തോ പുക ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ല. അവസാനമായി ഞാൻ നെയ്യ് ഒഴിച്ച് പൊങ്കാല അവിടെ അടച്ചു വെച്ചു. പിന്നെ ഒരു 8-8:30 ആയപ്പോഴത്തേക്കാണ് പൊങ്കാല നേദിക്കാൻ വേണ്ടി അവിടുത്തെ പൂജാരിമാർ വന്നത്. ഞങ്ങൾ കുറേ നേരം നിന്നു. ഞങ്ങളുടെ വരിയിലേക്ക് അവർ വരുന്നതേ ഇല്ലായിരുന്നു. പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നു. അപ്പോഴത്തേക്ക് അമ്മ പോയി കഞ്ഞിയും പയറും വാങ്ങിച്ചു കൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾ നേരെ ചേച്ചിയെ കാണാൻ പോയി. ചേച്ചിക്ക് പായസം കൊടുത്ത് കഞ്ഞിയും കുടിച്ച് നേരെ വീട്ടിലേക്ക്. വീട് ചിലപ്പോൾ നമ്മുടെ മയിലേക്കൂട്ടേക്ക് നിൽക്കും. അപ്പം ഇന്നേക്ക് ഇത്രയുള്ള ലവ് ആൻഡ് ബൈ.